നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പഞ്ചാബ് നാഷണൽ ബാങ്ക് റിട്ടയറി സ്റ്റാഫ് അസോസിയേഷൻ 12ാം സംസ്ഥാന സമ്മേളനം മെയ് 12-ന് കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ സജ്ജമാക്കിയ ടി.എ. തോമസ് നഗറിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മിത്ര വാസു ഉദ്ഘാടനം ചെയ്യും. 30 വർഷമായിട്ടും അന്ന് പിരിഞ്ഞവരെന്താണോ ബേസിക് പേ, ആ ബേസിക് പേയിൽ തന്നെയാണ് ഇപ്പോഴും അവർ വായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാലോചിതമായിട്ട് പെൻഷൻ പരിഷ്കരിക്കണം എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ്. മറ്റൊരു പ്രധാനപ്പെട്ട ഡിമാൻഡ് നമുക്കറിയാം, സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാർക്ക് 10 വർഷം കൂടുമ്പോൾ കേന്ദ്ര വേജ് ബോർഡ് അവർ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ 5 വർഷം കൂടുമ്പോൾ സംസ്ഥാന സർക്കാരും ശമ്പള പരിഷ്കരണം നടപ്പാക്കാറുണ്ട്. അപ്പോൾ ഒക്കെ തന്നെ സംസ്ഥാന സർക്കാർ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് വിരമിച്ചവർക്ക് അതിന് ആനുപാതികമായിട്ട് അവിടെ പെൻഷൻ വർധന വരുത്താറുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരൊക്കെ തന്നെയാണ് 10 വർഷം കൂടുമ്പോൾ അവിടെ നടക്കുമ്പോൾ അവർക്കും ആനുപാതികമായിട്ട് അവിടെ വരാറുണ്ട്. പക്ഷേ ബാങ്ക് ജീവനക്കാർ, ബാങ്ക് റിട്ടയറീസിനെ സംബന്ധിച്ചോളം കാലോചിതമായിട്ട് അത് പുതുക്കാൻ അവരിപ്പോഴും തയ്യാറായിട്ടില്ല. ഞങ്ങൾ ഇതുമായി ഒട്ടേറെ പ്രക്ഷോഭ പരിപാടി, ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രക്ഷോഭ പരിപാടി നടത്തി. കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻ, ധനകാര്യമന്ത്രിയെ 3 തവണ പോയി കണ്ടു. അവരൊക്കെ തന്നെ ദേ ആർ എലിജിബിൾ ആണെന്ന് പറയല്ലാതെ അത് നടപ്പാക്കാനുള്ള ഒരു ഓർഡർ ഇടാൻ അവരാരും തയ്യാറായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സമ്മേളനങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അഖിലേന്ത്യാ നേതാക്കൾ വരുന്നുണ്ട്, സംസ്ഥാന നേതാക്കൾ വരുന്നുണ്ട്, ബഹുമാനപ്പെട്ട MP വരുന്നുണ്ട്, പാർലമെൻ്ററി കമ്മിറ്റി മെമ്പർ കൂടിയാണ് കണ്ണൂർക്കാരനായിട്ടുള്ള ശ്രീമാൻ സന്തോഷ്, അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പി സന്തോഷ് കുമാർ MP, പി മഹീന്ദർ എന്നിവർ മുഖ്യാതിഥികളാകും. ബാങ്കിംഗ് മേഖലയിൽ പെൻഷൻ പരിഷ്കരിക്കണമെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് റിട്ടയറി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK ലക്ഷ്മിദാസ് ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി തോമസ് ഈശോ, V ബാലമുരളി, AC മാധവൻ, GV ശരത് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു.